കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് ലിയുടെ എബിലിറ്റിയെ പറ്റി മനസ്സിലാക്കിയ ചായയായിരുന്നു. ഇനി ആ കച്ചിത്തിരിമ്പ് കൊണ്ട് ഇവൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാർക്കിൽ ലിയോട് പുറലോകത്തെ നിന്റെ ഈ മെഡിക്കൽ സ്കിൽസ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് കുറച്ച് പാടാണ്. അവസാനം പബ്ലിക് തന്നെ നിന്നോട് ശരിക്കുമുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുമെന്ന് പറയുന്നു. എക്സാക്ട്ലി അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് ലിയും. ഇവൻ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഇരിപ്പ. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ചായയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ അവളുടെ ഓഫീസിലേക്ക് പോകുന്നതാണ് കാണിക്കുക. ഇവൾക്ക് ഒന്നാമത് ഇവളുടെ അച്ഛന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഇവൾ പ്രോസിക്യൂട്ടർ ആയത് എന്നുള്ള സംസാരം ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ തന്നെ കാണാൻ ഓഫീസിലേക്ക് വരുന്നതിലൊന്നും ഒട്ടും താല്പര്യമില്ല. സോ ആരും കാണാതിരിക്കാൻ വേണ്ടി വണ്ടിയിൽ വെച്ചാണ് അവൾ അച്ഛനോട് സംസാരിക്കുന്നത്. അച്ഛൻ ഞാൻ ഇത് എത്ര പ്രാവശ്യം അച്ഛനോട് പറയുന്നേ ഇവിടേക്ക് വരരുതെന്ന്. ആളുകൾ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. മോളെ നീ എന്തിനാ ഈ ആളുകൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? എന്താ ഒരു അച്ഛന് സ്വന്തം മകളെ കാണാൻ വേണ്ടിയുള്ള അവകാശമില്ലേ, അനുവാദമില്ലേ എന്ന് അയാളും പറയുന്നു. അപ്പൊ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി സ്ഥിരം പല്ലവി തന്നെ. ഏത് ഈ പ്രോസിക്യൂട്ടർ പണി വിട്ട് നേരെ അങ്ങേരുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ അവൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പാർക്കിൽ ലീ ട്രീറ്റ്മെന്റ് ചെയ്ത ആളുകളുടെ ഫയൽ എടുത്ത് വൈഫിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മളുടെ മിൻസിയോയും ലീയെ കൊണ്ട് ചികിത്സിപ്പിക്കണമെന്നും അവൻ അത് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും പറയുന്നു. മനുഷ്യ, ഇതിനിടയിലല്ലേ ഒരുത്തെ നിങ്ങളെ പറ്റിച്ചിട്ട് കാശെല്ലാം പോയത്? വീണ്ടും നിങ്ങൾ ആ കെണിയിൽ തന്നെ ചാടാൻ പോവുകയാണോ? പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല ലീനെ കൊണ്ട് മിൻസിയോയെ ചികിത്സിപ്പിക്കാൻ. അല്ലെങ്കിൽ തന്നെ അവൻ എങ്ങനെ വിശ്വസിക്കും അവസാനം ആ ബയോടെക് കമ്പനി ചെയ്ത പോലെ ലീയും ചെയ്താലോ എന്നുള്ള പേടിയാണ് അവൾക്ക്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചാ ആ നാട്ടിലെ MLA വിളിക്കുന്നു. ഇങ്ങേര് മുമ്പ് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അതായത് ചായയുടെ ബോസിന്റെ ഒക്കെ തലപ്പത്തുള്ള ആളാണ് ഈ പുള്ളി. ഇപ്പൊ ആള് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ചായ ഇങ്ങനെ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലീക്ക് എങ്ങനെയും തൂക്കുകയർ വാങ്ങി കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അവൾ അങ്ങേരോട് ന്യൂസ് ചാനലിൽ വന്നിട്ട് ഇതേ കാര്യം അവതരിപ്പിക്കണമെന്നും അത് കേൾക്കുമ്പോൾ നാട്ടുകാരെല്ലാരും പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നും പറയുന്നു. കാരണം ഇങ്ങനൊരു കാര്യം MLA ഉന്നയിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഒന്നടങ്കം ലീക്കെതിരെ തിരിഞ്ഞ് അതൊരു സോഷ്യൽ പ്രഷർ ആകുമല്ലോ. അതുപ്രകാരം MLA ന്യൂസിൽ ലീക്ക് തൂക്കുകയർ വാങ്ങി കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാൾ അധികമൊന്നും വധശിക്ഷയെ കുറിച്ച് പറയാതെ ലിയുടെ ലോയറായ പാർക്കിനെ കുറിച്ചായിരിക്കും പരാമർശിക്കുക. 17 പേരെ കൊന്ന ഒരുത്തനെ ഏതെങ്കിലും വിവരവും ബുദ്ധിയും ഉള്ള ഒരുത്തൻ സപ്പോർട്ട് ചെയ്യുമോ? ഈ പാർക്കിന്റെ ലൈഫ് തന്നെ അത്രക്കും പാത്തറ്റിക് ആണ്. കൂടാതെ അവൻ ഡിവോഴ്സ്ഡ് ആണ്. സ്വന്തം കുടുംബം പോലും മര്യാദക്ക് നന്നാക്കാനാവുന്നില്ല. എന്നിട്ടാണ് ഇവനൊക്കെ നാടും നാട്ടുകാരെയും രക്ഷിക്കാൻ നടക്കുന്നത്. ഇതിനും ഭേദം നിനക്കൊക്കെ പണി നിർത്തി വീട്ടിലും മറ്റേ ഇരുന്നൂടെ എന്ന് പറഞ്ഞ് MLA പാർക്കിനെ പരമാവധി താഴ്ത്തുന്നുണ്ട്. ആൻഡ് ചാ പറഞ്ഞത് ലീക്ക് തൂക്കുകയർ വാങ്ങി കൊടുക്കുന്നതിനെ പറ്റി മാത്രം സംസാരിക്കാനാണ്. എന്നാൽ ലിങ്ങേരെന്തിനെ പാർക്കിന് കരിവാരി തേക്കുന്നതെന്ന് ചാക്ക് മനസ്സിലാകില്ല. പാർക്കിന് ഇതിന് സംസാരിച്ചത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മുഴുവനും പാർക്കിനെ സൈബർ അറ്റാക്ക് ചെയ്യും. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും. ബട്ട് ഇതൊക്കെ ശീലമായത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തോ കാണിക്ക് എന്തോ ചെയ്യുന്നുള്ള മൈൻഡിലായിരിക്കും പാർക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് MLA ന്യൂസിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ വേണ്ടി ചാ അയാളുടെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ MLAയുടെ അസിസ്റ്റന്റും ഉണ്ട്. MLA ചായയോട് ആ അസിസ്റ്റന്റിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവനാണ് എനിക്ക് ന്യൂസിൽ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ഈ അസിസ്റ്റന്റ് പറഞ്ഞത് കൊണ്ടാണ് MLA പാർക്കിനെതിരെ സംസാരിച്ചത്. ശേഷം പെട്ടെന്നൊരു കോൾ വന്ന് MLA അവിടുന്ന് മാറി നിൽക്കുകയാണ്. അന്നേരം ചാ അയാളോട് അപ്പൊ നിങ്ങളാണല്ലേ അങ്ങേർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് നിർദ്ദേശം കൊടുത്തത്? സത്യം പറഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ എന്തോരം ബോറായിരുന്നു എന്നറിയോ? നിങ്ങൾ ശരിക്കും പൊളിറ്റിക്സിലല്ല വല്ല കോമഡി ഷോക്കോ മറ്റോ പോകുന്നതാണ് നല്ലത്. ഞാൻ MLAയോട് ലീക്ക് വധശിക്ഷ കൊടുക്കേണ്ട കാര്യം പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി മുഴുവനും പാർക്കിനെതിരെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ പൊളിറ്റീഷ്യൻസിന്റെ ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഞങ്ങൾ ലീയുടെ തൂക്കുകയറിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ യങ്ങായിട്ടുള്ള പിള്ളേരൊന്നും ഈ ന്യൂസ് കാണുകയില്ല. അവരെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ബോറാണ്. ഞങ്ങൾ പാർക്കിന്റെ വിഷയം എടുത്തിട്ടപ്പോഴാണ് ഏതാണ്ട് 15 മില്യൺ ആളുകൾ ഞങ്ങളുടെ വീഡിയോ കണ്ടത്. ഇതാണ് പൊളിറ്റിക്സ്. നമ്മൾക്ക് എന്താണോ ബെനിഫിറ്റ് തോന്നുന്നത് അത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് ചോയോട് ലീ കൊന്നത് ക്രിമിനൽസിനെ ആയതുകൊണ്ട് തന്നെ ഈ കാര്യം എന്തായാലും ഓൺലൈനിലൂടെ ഷെയർ ചെയ്യണമെന്ന് പറയുന്നു. കാരണം ക്രിമിനൽസിനെയാണ് ലീ കൊന്നതെന്ന് അറിഞ്ഞാൽ പബ്ലിക് സപ്പോർട്ട് കിട്ടുമെന്ന ഉറപ്പ് പാർക്കിനുണ്ട്. അങ്ങനെ അത് പ്രകാരം ചോ അതെല്ലാം പബ്ലിഷ് ചെയ്യുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ആളി കത്തുന്നു. പിന്നീട് ആളുകളൊക്കെ ലീയെ സപ്പോർട്ട് ചെയ്യാനാണ് തുടങ്ങുന്നത്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ അടുത്ത ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. ലീ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ചെയോം എന്ന് പറഞ്ഞ മെഡിക്കൽ സെന്റർ നടത്തിയ ഒരു കോൺടെസ്റ്റിൽ ലീ അവന്റെ ഒരു റിസർച്ച് ഐഡിയ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീയുടെ പ്രൊജക്ട് റിവ്യൂ ചെയ്ത എക്സ്പേർട്ടിനെ അവൻ മുമ്പോട്ട് വെച്ച ആ റിസർച്ച് ഐഡിയ വളരെ ഇംപ്രസ്ഡ് ആയി. അതിനുശേഷമായിരുന്നു ലീക്ക് ആക്സിഡന്റ് പറ്റിയതും അവൻ കോമയിലായതുമൊക്കെ. ബട്ട് ആ വണ്ടി ഇടിച്ചവൻ പൈസക്കാരനായതുകൊണ്ട് തന്നെ ആ കേസ് അങ്ങ് ഒതുക്കി തീർത്തു. അയാൾ ഡിസേർവ് ചെയ്ത പണിഷ്മെന്റും അയാൾക്ക് കിട്ടിയില്ല. അതിന്റെ വിദ്വേഷത്തിലായിരുന്നു ലീ അയാളെ മാത്രമല്ല അതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ എന്ന് പാർക്ക് കോടതിയിൽ പറയുന്നു. പക്ഷെ ലീ പേഷ്യന്റിനെ ചികിത്സിച്ച് ഭേദമാക്കിയതിന്റെ
ഒരു തെളിവും നമ്മൾക്കില്ലല്ലോ. അപ്പോഴായിരിക്കും പാസ്റ്റ് കാണിക്കുക. അതായത് ഈ ക്യൂർ എന്ന് പറയുന്നത് ലീ തന്നെയാണ്. അവന്റെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡ് ആണ് ക്യൂർ. അത് ലീ ഓൾറെഡി പാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലീയുടെ ബ്ലഡിൽ യുണീക്ക് ആയിട്ടുള്ള ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻക്യൂറബിൾ ആയിട്ടുള്ള എല്ലാ രോഗത്തിനെയും അതിനെ കൊണ്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ലീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പാർക്ക് അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബട്ട് ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് മൊത്തം സയന്റിഫിക് ജാർഗൺ ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും പിടികിട്ടില്ല. സോ ആ റിസൾട്ട് നേരെ പാർക്കിന്റെ വൈഫിനെ ഏൽപ്പിച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് നോക്കിയപ്പോഴാണ് പാർക്കിന്റെ വൈഫിന് ലിയുടെ ബ്ലഡിൽ സ്പെഷ്യലൈസ്ഡ് ഹീലിംഗ് സെൽസ് ഉണ്ടെന്നും ആ സെൽസിനെ ഡാമേജ് ആയിട്ടുള്ള മറ്റുള്ള സെൽസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. സോ ഈ മെത്തേഡ് കൊണ്ട് മറ്റുള്ള എല്ലാ മാറാരോഗത്തെയും മാറ്റാൻ പറ്റും എന്നുള്ള കൺക്ലൂഷനിലേക്ക് അവർ എത്തി. ഇവിടെ പ്രസന്റിൽ ഇതൊക്കെ എല്ലാവരും കേട്ട് ഞെട്ടുന്നുണ്ട്. കാരണം ഇത് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ശേഷം കോട്ടെ ലിയുടെ ബ്ലഡ് അനാലിസിസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് ലിയുടെ അടുത്ത് പോയിട്ട്, അല്ല അന്ന് നിന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പോയ സമയത്ത് നിന്റെ ആ റിസർച്ച് നോട്ട്ബുക്ക് ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അത് മേ ബി പോലീസ് എങ്ങാനും എടുത്ത് മാറ്റിയിട്ടുണ്ടാകുമെന്ന് ലീ പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചാ ഗോങ്ങിനോട് എനിക്ക് ലീ ആരോ ഈ എക്സ്പെരിമെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ലീയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ ലീയുടെ വീടിനടുത്തുള്ള CCTV ഫൂട്ടേജസ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ആരാണെന്ന് ഫൂട്ടേജിൽ വ്യക്തമായിരുന്നില്ല. അതാരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അയച്ചു തരാമെന്ന് ഗോങ് പറയുന്നു. അവിടുന്ന് കേട്ടിട്ട് പിന്നീട് ഓഫീസിൽ പോയിട്ട് അവളുടെ അസിസ്റ്റൻസിനോട് ലീയെ ആരൊക്കെയാണ് ഇതുവരെ ജയിലിൽ വിസിറ്റ് ചെയ്തതെന്നും ഒപ്പം ലീയുടെ വീടിനടുത്തുള്ള എല്ലാ CCTV ഫൂട്ടേജസ് വേണമെന്നും അത് ഗോങ്ങിനോട് ചോദിച്ചാൽ മതി എന്നും പറയുന്നു. മറുഭാഗത്ത് പാർക്ക് ചോയോട് യോമിനോട് ലീക്ക് ഇങ്ങനെയുള്ള എബിലിറ്റി ഉണ്ടെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്നു. ലീ കുറച്ചു വർഷം കോമയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവനെ ചികിത്സിച്ച ഡോക്ടർക്ക് ലീയുടെ ഈ കണ്ടീഷനെ പറ്റി അറിയുമായിരിക്കില്ലേ? ശേഷം പാർക്ക് ലീ അന്ന് ചികിത്സിച്ച ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് എടുത്തു നോക്കുന്നു. അന്നേരം അതിൽ ചെയ്യും എന്ന് പറഞ്ഞ മെഡിക്കൽ സെന്ററിൽ നിന്നാണ് ലീയുടെ ട്രീറ്റ്മെന്റ് നടന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ലീ അന്നൊരു കോൺടെസ്റ്റിൽ അവന്റെ റിസർച്ച് ഐഡിയ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ മെഡിക്കൽ സെന്ററിലെ അണ്ടറിലായിരുന്നു ആ കോൺടെസ്റ്റ് നടന്നത്. അന്നേരം അതിൽ ഹാൻ ആണ് ലീയുടെ ഡോക്ടർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം പാർക്ക് ഹാനിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് കോമയിലായിരുന്ന സമയത്ത് ലീയുടെ ബ്ലഡ് മ്യൂട്ടേറ്റഡ് ആയതിനൊക്കെ പറ്റി ചോദിക്കുമ്പോൾ അതൊരു എസംഷൻ മാത്രമായിരുന്നു. മെഡിക്കലി ഞാനത് കൺഫേം ചെയ്തിട്ടില്ല എന്ന് ഹാൻ പറയുന്നു. അല്ല അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ലീക്ക് അങ്ങനെയുള്ള രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവില്ല എന്നാണോ? നിങ്ങൾ ഇപ്പോഴും അവൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുവാണോ? അങ്ങനെ ഒരു കാര്യമേ പോസിബിൾ അല്ല. അവൻ ചുമ്മാ കള്ളം പറഞ്ഞതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാർക്ക് ഹാനിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ റോഡിന്റെ സൈഡിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് പാർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ അടുത്ത ഇയറിംഗ് ആയിരിക്കും കാണിക്കുക. അപ്പോഴേക്ക് ലീയുടെ ബ്ലഡ് അനാലിസിസ് ചെയ്ത നാഷണൽ ഫോറൻസിക് സർവീസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ ആ റിസൾട്ടിൽ ലീയുടെ ബ്ലഡിൽ അങ്ങനെ ഒരു ഹീലിംഗ് സെൽസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നായിരിക്കും ഉണ്ടാവുക. സോ ലീക്ക് വധശിക്ഷ തന്നെ വിധിക്കണമെന്ന് ചാ പറയുന്നു. അന്നേരം പാർക്ക് ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ കുറ്റം ചെയ്തതിന്റെ റീസൺ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ പ്രോസിക്യൂട്ടർ എന്റെ ക്ലയന്റിനെ ഒരു കൊലയാളിയായിട്ടാണ് കാണുന്നത്. എന്റെ ക്ലയന്റ് ആളുകളെ റാൻഡം ആയിട്ട് തിരഞ്ഞെടുത്താണ് കൊല്ലുന്നത്. അത് മാത്രമല്ല നാഷണൽ ഫോറൻസിക് സർവീസ് കൂടാതെ അമേരിക്കൻ ബ്ലഡ് അസോസിയേഷൻ ലീയുടെ ബ്ലഡ് അനാലിസിസ് ചെയ്തപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനാൽ ലീയുടെ വാദം ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ അനുവദിച്ച് തരണമെന്ന് പാർക്ക് പറയുന്നു. പക്ഷേ ജഡ്ജി അമേരിക്കൻ ബ്ലഡ് അസോസിയേഷന്റെ റിസൾട്ട് ഫോളോ ചെയ്യാതെ നാഷണൽ ഫോറൻസിക് സർവീസിന്റെ റിസൾട്ട് ഫോളോ ചെയ്ത് ലീക്ക് വധശിക്ഷ വിധിക്കുകയാണ്. മറുഭാഗത്ത് ഗോങ് ലീയുടെ വർക്ക്ഷോപ്പിന്റെ അടുത്തുള്ള എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് അവിടുത്തെ CCTV ഫൂട്ടേജസ് ഒക്കെ അരിച്ചു പേർക്കുന്നുണ്ടാകും, ലീയെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. അങ്ങനെ അവസാനത്തെ വീട്ടിൽ കയറിയ ഗോങ് കാണുന്നത് ആ വീട്ടിലുള്ള ആളെ ആരോ കൊന്നിട്ടിരിക്കുന്നതാണ്. വേറൊരു ഭാഗത്ത് ലീയുടെ അതേ ജയിലിലുള്ള ഒരു കുറ്റവാളിക്ക് അവിടുത്തെ ഗാർഡ് ഒരു പേപ്പർ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ ലീ ഒരുപാട് ക്രിമിനൽസിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ മരിച്ചവരിൽ ഒരുത്തൻ ഇവന്റെ ബ്രദർ ആയിരുന്നു. ഇവൻ ഇതൊക്കെ കണ്ട് ലീയെ കൊല്ലാനുള്ള കലി വരികയാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് 3 കഴിയും. ജയിലിൽ ഉണ്ടായിരുന്ന ആളോട് ഗാർഡ് എന്തിനായിരിക്കും അവന്റെ ബ്രദറിനെയും കൊന്നത് ലീ തന്നെയാണെന്ന് അറിയിച്ചിട്ടുണ്ടാവുക. ഇനി അതും ലീക്കുള്ള വല്ല ട്രാപ്പ് ആയിരിക്കുമോ എന്ന് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം.